മുൻ DGP ആർ ശ്രീലേഖ ഏറ്റവും ഒടുവിലായി വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവർ BJPയിൽ അംഗത്വമെടുത്തപ്പോഴായിരുന്നു. അതിനു മുമ്പ് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവർ നടത്തിയ പല വെളിപ്പെടുത്തലുകളും വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയുണ്ടായി. ഇപ്പോഴിതാ മൂവി വേൾഡ് മീഡിയക്ക് നൽകിയ ഒരു അഭിമുഖത്തിലൂടെ മലയാളത്തിലെ പ്രമുഖ നടിയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത കേസിനെ കുറിച്ചാണ് ശ്രീലേഖ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. ദിലീപ് ഈ കേസിൽ കുറ്റവാളി അല്ല എന്നാണ് ശ്രീലേഖ പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടാണ് താൻ അങ്ങനെ കരുതുന്നത് എന്നുകൂടി ശ്രീലേഖ വിശദമാക്കുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് അനുകൂലമായി നേരത്തെ തന്നെ ആർ ശ്രീലേഖ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ വലിയ വിവാദമായിരുന്നു. കേസിൽ ദിലീപ് നിരപരാധിയാണ് എന്നും നടനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചതാണ് എന്നുമായിരുന്നു അവർ ആരോപിച്ചിരുന്നത്. ജയിൽ DGP ആയിരിക്കെ ദിലീപിന് ചെയ്തു കൊടുത്ത സഹായങ്ങളെക്കുറിച്ചും തന്റെ യൂട്യൂബ് ചാനലിലൂടെ ശ്രീലേഖ വിശദീകരിച്ചിരുന്നു. കേസന്വേഷണം തുടരുന്നതിനിടയിൽ താൻ എന്തുകൊണ്ടായിരുന്നു അത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാണ് ശ്രീലേഖ ഇപ്പോൾ പറയുന്നത്. ശ്രീലേഖയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: VIP ആയതുകൊണ്ടാണ് ദിലീപിന് ഞാൻ കരിക്ക് കൊടുത്തത്, മെത്ത കൊടുത്തത്, പ്രത്യേക ഭക്ഷണം കൊടുത്തത് എന്നൊക്കെയുള്ള അപവാദം എനിക്ക് കേൾക്കേണ്ടി വന്നു. ഞാനും ദിലീപും തമ്മിൽ ബന്ധമുണ്ട്, പൈസ വാങ്ങി എന്നൊക്കെയുള്ള ആരോപണങ്ങളും കേൾക്കുകയുണ്ടായി. ഒരു വാട്സപ്പ് ചാറ്റ് തന്നെ പുറത്തു വന്നിരുന്നു. സത്യത്തിന്റെ, ദിലീപിന്റെ പക്ഷത്താണ് ഞാൻ. അയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന ബോധ്യം എനിക്ക് ആ സമയത്തു തന്നെ വന്നിരുന്നു. ഈ കേസിൽ ദിലീപ് നിരപരാധിയാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ട് എനിക്ക്. ഞാൻ നേരിട്ട് അന്വേഷിച്ചതും ചോദിച്ച് മനസ്സിലാക്കിയതും കണ്ടെത്തിയതുമായ വസ്തുതകളും അതുതന്നെയാണ്. അതൊക്കെ ഏതെങ്കിലും അവസരത്തിൽ പറയണമല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. ചാനലിലൂടെ ഇതൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറയണോ എന്ന ചിന്ത ഉണ്ടായിരുന്നു. കേസ് തീരാൻ കാത്തു നിൽക്കണോ എന്നായിരുന്നു ആലോചന. എന്നാൽ ഈ കേസ് ഒരിക്കലും തീരാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാമായിരുന്നു. കാരണം തീർന്നാൽ ചീട്ടുകൊട്ടാരം പോലെ ഈ കേസ് പൊളിയും. അതുകൊണ്ട് ഉൾവിളി വന്നപ്പോഴാണ് ഞാനെല്ലാം തുറന്നു പറഞ്ഞത്. വെളിപ്പെടുത്തലിന് പിന്നാലെ എന്നെ ചോദ്യം ചെയ്യും, ഞാൻ കേസിൽ പ്രതിയാകും എന്നൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. കാരണം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു. എന്റെ മുമ്പിൽ വരുന്ന കേസുകളിലെല്ലാം തന്നെ മറുഭാഗം കൂടി കാണാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇരയുടെയും പ്രതിയുടെയും ഭാഗത്ത് നിന്ന് നോക്കിയാലേ കുറ്റത്തെക്കുറിച്ചുള്ള പൂർണ്ണ ചിത്രം കിട്ടൂ എന്ന ബോധ്യം എനിക്കുണ്ട്. ദിലീപിന്റെ കേസിലും അതാണ് ഞാൻ സ്വീകരിച്ചത്. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ഞാൻ അവൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ദിലീപിനെ അവശനിലയിൽ ജയിലിൽ കാണുന്നതുവരെ ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നത്. കേസിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു DIG ആണ് പറഞ്ഞത് ദിലീപിനെതിരെ നമ്മൾ തെളിവുകൾ ഉണ്ടാക്കിയതാണ് എന്ന്. അവിശ്വസനീയമായിരുന്നു അത്. ദിലീപിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. ഞാൻ പറയുന്നത് ശരിയാണെന്ന് അവർക്കും അറിയാം. പക്ഷേ അവർ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കേസ് നടക്കട്ടെ എന്ന മട്ടിലാണ്. അതുകൊണ്ടാണ് എനിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകാതിരുന്നതും ശ്രീലേഖ പറയുന്നു.